മതി മതി, അമ്മയും മോനും കൂടെ സ്നേഹിച്ചത്. ഇപ്പോൾ വരും സിദ്ധുവും അവൻ്റെ അമ്മയും. ഓ, ഞാനത് മറന്നു. തലയിൽ അടിച്ചുകൊണ്ട് ഹരി പറഞ്ഞു. ഏട്ടനല്ലെങ്കിലും ഇങ്ങനെയാ, എല്ലാം മറക്കും. മര്യാദയ്ക്ക് എനിക്ക് പോയി മുല്ലപ്പൂ വാങ്ങി വന്നോ, ഇല്ലെങ്കിലുണ്ടല്ലോ. കണ്ണുരുട്ടി പേടിപ്പിച്ചുകൊണ്ടവൾ ഇത്തിരി പോന്ന മുടി മുന്നിൽ നിന്നും പിറകിലേക്ക് ഇട്ടുകൊണ്ട് കുലുങ്ങി കുലുങ്ങി അവളുടെ മുറിയിലേക്ക് ചെന്നു. അവൾ പോകുന്നത് നോക്കി ചിരിച്ചുകൊണ്ട് എല്ലാവരും നിന്നു. എന്നാൽ ഞാൻ കവലയിൽ പോയി വരാം, അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ലിസ്റ്റ് എഴുതി തന്നാൽ മതി. എല്ലാം വാങ്ങിച്ചിടാ, നീ ആ പെണ്ണിന് കുറച്ച് മുല്ലപ്പൂ വാങ്ങിയാൽ മതി, മുത്തച്ഛൻ പറഞ്ഞു. ശരിയെന്നാ. ബൈക്കിൻ്റെ ചാവി കയ്യിൽ കറക്കിക്കൊണ്ടവർ താഴേക്കിറങ്ങി. താഴെ എത്തി ബൈക്കിൽ കയറിയപ്പോഴാണ് ഓടിക്കൊണ്ട് വൈശു മുന്നിൽ വന്നത്. ബൈക്കിൻ്റെ ഹാൻഡിൽ കൈകുത്തിക്കൊണ്ടവൻ പ്രണയത്തോടെ ചോദിച്ചതും അവനെ നോക്കി ഒന്ന് ഇളിച്ചു കൊടുത്തവൾ. നിൽക്കും വേണം മുല്ലപ്പൂ. ഓ, ഇന്ന് എനിക്കൊരു മൂടില്ല പെണ്ണെ, ഇന്നലത്തേതിൻ്റെ ക്ഷീണം മാറിയില്ല. ഇനി നാളെ പോരെ മുല്ലപ്പൂ അലങ്കരിച്ച് ഒരു രാത്രി കൂടി. കള്ളത്തരത്തോടെ അവൻ പറഞ്ഞതും ദോഷിച്ചുകൊണ്ട് അവളുടെ മഞ്ചാടി അതരങ്ങൾ കൂർത്തു വന്നു. ചുറ്റും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടവൻ അവളുടെ മൂക്കിൻ തുമ്പിൽ ഒന്ന് കടിച്ചുകൊണ്ട് ചുണ്ടിലമർത്തി ചുംബിച്ച് വേഗം ബൈക്കും എടുത്ത് കവരിലേക്ക് ചെന്നു. വഷളൻ. ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ അവൾ മൂക്കിൻ തുമ്പിൽ ഒന്ന് തലോടിക്കൊണ്ട് അകത്തേക്ക് ഓടിക്കയറി. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങളെ കൊണ്ട് ഈ തറവാടിന് വല്ല ദോഷപ്പേരും വരുമെന്നാ എൻ്റെ പേടി. വന്ന് രണ്ടിനും വീട് ഏത് റോഡ് ഏതെന്ന് അറിയുന്നില്ലെന്ന് തോന്നുന്നു. എൻ്റെ ശിവനെ, ഇതൊക്കെ കണ്ട് എൻ്റെ സിദ്ധുവിനെ കാണുമ്പോൾ തന്നെ പീഡിപ്പിക്കാൻ തോന്നിപ്പിച്ചിക്കല്ലേ എന്ന് മുകളിലേക്ക് നോക്കിക്കൊണ്ട് നെഞ്ചിൽ കൈവച്ച് ശ്രീ പറഞ്ഞു. ഡി കള്ളത്തി ചേച്ചി, നീ പോടി. വൈശു അടിക്കാൻ കൈ ഒങ്ങിയതും കൊഞ്ഞനം കുത്തിക്കൊണ്ട് ശ്രീ ഡ്രസ്സും പൊക്കി പിടിച്ച് അകത്തേക്ക് ഓടിക്കയറി. പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു എല്ലാവരും. ഓരോ കളിതമാശകൾ പറഞ്ഞ് ചിരിയോടെയാണ് എല്ലാവരും ജോലി ചെയ്യുന്നത്. മോളെ കൗസല്യേ, അങ്ങോട്ടേക്ക് വന്ന മുത്തച്ഛൻ വിളിച്ചതും അവർ കൈകൾ നേരിയതിൽ തുടച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ചെന്നു. എന്തോ സ്വകാര്യതയിൽ മുത്തച്ഛൻ അവരോട് പറഞ്ഞതും കണ്ണിൽ നിന്നും അനുവാദം ചോദിക്കാതെ നിർമണികൾ ഒഴുകി തുടങ്ങിയിരുന്നു. നിസ്സഹായതയോടെ അവർ ചിരിച്ചുകൊണ്ട് പാർവതി ചെറിയമ്മയോട് സംസാരിക്കുന്ന വൈശുവിനെ നോക്കി. മോളെ, ആർത്തുകൊണ്ട് കൗസല്യമ്മ കരഞ്ഞതും ഞെട്ടിക്കൊണ്ട് എല്ലാവരും അവരിലേക്ക് ശ്രദ്ധ വഹിച്ചു. എന്താ എന്താ അമ്മ? വൈശു അവർക്കരികിലേക്ക് ഓടിച്ചെന്നുകൊണ്ട് ചോദിച്ചതും അവളുടെ മുഖം എടുത്തുകൊണ്ട് അവർ പൊട്ടിക്കരഞ്ഞു. മോളെ, ഹരിക്കുട്ടന് എന്താ എന്താ എൻ്റെ ഹരിയേട്ടന്? വിഭ്രാന്തിയോടെ അവൾ ചോദിച്ചതും ബാക്കിയുള്ളവരും അതേ അവസ്ഥയോടെ അവരിലേക്ക് നോക്കി. പൂ വാങ്ങാൻ ചെന്നപ്പോൾ എതിരെ വന്ന ലോറിയുമായി കൂട്ടിമുട്ടാൻ പോയപ്പോഴാണ് അവൻ ബൈക്കൊന്ന് വെട്ടിച്ചതാ. അടുത്തുള്ള മയിൽക്കുറ്റിയിൽ തട്ടി. മുത്തച്ഛൻ പറയുമ്പോൾ അവളുടെ കൈകൾ താളിയിൽ മുറുകിക്കൊണ്ടിരുന്നു. നിക്ക് കാണുന്നെൻ്റെ ഏട്ടന്. മുടി പിച്ചി പറിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് ഓടിയതും പിറകെ മുത്തച്ഛൻ ചെന്ന് അവളെ പിടിച്ചു വെച്ചു. വിടു മുത്തച്ഛ, നിക്ക് കാണുന്നെൻ്റെ ഏട്ടനെ. അയാളുടെ നെഞ്ചിൽ ചാരിക്കൊണ്ട് അവൾ അലമുറയിട്ട് കരഞ്ഞു. അവളുടെ തലയും മൃദുവായി തടവിക്കൊണ്ട് അയാൾ അവളെയും കൊണ്ട് കാറിലേക്ക് കയറി. വഴിയിലുടനീളം അവൾ കരഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പദം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ആ പൊട്ടിപ്പെണ്ണിന് ഹരി എന്നാൽ ജീവനായി മാറിയിരുന്നു. ഒരു ചെറുമുള്ളുകൊണ്ട് പോലും തൻ്റെ പ്രാണൻ നോവുന്നത് അവളിൽ വല്ലാതെ സങ്കടമുണ്ടാക്കുമായിരുന്നു. എന്നാൽ ഇന്ന് ഹോസ്പിറ്റലിലെത്തി ഐസിയുവിന് മുന്നിൽ ചെന്ന് അവൾ നോക്കുമ്പോൾ അബോധാവസ്ഥയിൽ കിടക്കുന്ന ഹരിയെ കണ്ടതും ചങ്കിൽ ആരോ കടാര കുത്തി ഇറക്കുന്ന പോലെ തോന്നി അവൾക്ക്. ചെല്ലു ഗ്ലാസിനുള്ളിലൂടെ വിടാതെ അവനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു അവൾ. ഒന്ന് ഹരിയെ പുണരാൻ, ആ നെഞ്ചിൽ കിടന്ന് അവോളം പൊട്ടിക്കരയാൻ തോന്നി അവൾക്ക്. എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ ആ വരാന്തയിലിരുന്നു അവൾ. ഹരിയുടെ അവസ്ഥയേക്കാൾ എല്ലാവർക്കും വൈശുവിൻ്റെ ശില കണക്കെയുള്ള അവസ്ഥ കണ്ടാണ് ഏറെ സങ്കടം തോന്നിയത്. കണ്ണുകൾ വിശ്രമം കൂടാതെ ഹരിയുടെ ഓർമ്മകളിലേക്ക് തന്നെ ചലിച്ചുകൊണ്ടിരുന്നു. ഹരിനാരായണൻ്റെ ഡോക്ടർ പുറത്തേക്ക് വന്നതും പ്രതീക്ഷയോടെ അവൾ അയാൾക്ക് മുന്നിൽ ചെന്ന് നിന്നു. തല ശക്തിയിൽ ഇടിച്ചതുകൊണ്ട് തന്നെ രക്തം കട്ട പിടിച്ചിരിക്കുകയാണ്. ഓപ്പറേഷൻ വേണ്ടിവരും. ചിലപ്പോൾ മാത്രമേ ആളെ രക്ഷിക്കാൻ കഴിയൂ. സ്റ്റെതസ്കോപ്പ് കഴുത്തിൽ നിന്നും ഊരിക്കൊണ്ട് അയാൾ പറഞ്ഞു തിരിഞ്ഞു നടന്നു. നെഞ്ചിൽ ആരോ കല്ല് കയറ്റിയതുപോലെയായിരുന്നു അവൾക്ക്. കൈകാലുകൾ തളർന്നു പോകുന്ന പോലെ തോന്നി. എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ ജീവച്ഛമമായി തറയിലിരുന്നു. ഓടിക്കിതച്ചുകൊണ്ട് സിദ്ധു അങ്ങോട്ടേക്ക് വന്ന് മുത്തച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. മുത്തച്ഛ, ഡ്രൈവറെ ഞാൻ പൊക്കി. അയാൾ പറഞ്ഞത് ആ കവലച്ചട്ടമ്പി രുദ്രൻ ഏൽപ്പിച്ചിട്ടാ അയാൾ ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു. ഇനി എന്താ വേണ്ടേ? അവന് പോലീസിൽ ഏൽപ്പിക്കട്ടെ. പകയോടെ സിദ്ധു പറഞ്ഞതും മുത്തച്ഛൻ എന്തോ പറയാനൊരുങ്ങും മുന്നേ വൈശാലി കൊട്ടിപ്പിടിഞ്ഞ് എണീറ്റിരുന്നു. ഒരു പോലീസിനും കൊടുക്കരുത് അവനെ. നിക്ക് കാണാനും അവനെ ഇപ്പോൾ തന്നെ. കണ്ടത്തിൽ നിന്ന് മുതിർന്ന ഓരോ വാക്കുകളും ദൃഢമായിരുന്നു. അവളുടെ ഉള്ളിൽ ബോധമറ്റ് കിടക്കുന്ന ഹരിയും വഷളം ചിരിയോടെ നിൽക്കുന്ന രുദ്രൻ മാത്രമായിരുന്നു. മുത്തച്ഛൻ ചെറുചിരിയോടെ സിദ്ധുവിനെ നോക്കി തലയനക്കിയതും ഒരു ചേട്ടൻ്റെ കരുതലോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സിദ്ധു രുദ്രൻ്റെ അടുത്തേക്ക് ചെന്നു. കള്ളും കുടിച്ച് കൂട്ടുകാരോടൊപ്പം ചീട്ട് കളിക്കുകയായിരുന്ന രുദ്രനെ പ്രിയിൽ നിന്നും സിദ്ധു ചവിട്ടി വീഴ്ത്തി. എവിടെയും പിടുത്തം കിട്ടാതെ അവൻ ഉരുണ്ടുകൊണ്ട് വരമ്പത്തേക്ക് മുഖം കുത്തി വീണു. ഇത് കണ്ടപ്പോൾ തന്നെ കെട്ടും പാട്ടും എടുത്ത് അവൻ്റെ കൂട്ടുകാർ തടി തപ്പിയിരുന്നു. ഏത് നായിൻ്റെ മോനാടാ അത്?
ചീറിക്കൊണ്ട് രുദ്രൻ എഴുന്നേറ്റതും മുന്നിൽ ക്രോധം കൊണ്ട് തിളച്ചു മറിയുന്ന വൈശുവിനെ കണ്ടവൻ രണ്ടടി പിറകിലേക്ക് വേച്ചുപോയി. നീ എൻ്റെ ഹരിയേട്ടനെ കൊല്ലാൻ നോക്കി അല്ലേ? പറയുന്നതിനോടൊപ്പം കണ്ണുകളും തോരാതെ പെയ്തുകൊണ്ടിരുന്നു. ഷർട്ടിൽ കുത്തിപ്പിടിച്ച് ഇരു കവിളിലും മാറി മാറി അടിച്ചുകൊണ്ടിരുന്നു അവൾ. ചെറുപ്പത്തിൽ അച്ഛൻ്റെ കൂടെ കളരി അഭ്യാസം ചെറുതായി പഠിച്ചതുകൊണ്ട് തന്നെ വല്ലാതെ ഊക്കായിരുന്നു അവൾക്ക്. മൂക്കിൽ നിന്നും രക്തമൊഴുകി അവശനായി അവൾക്ക് മുന്നിൽ നിൽക്കുന്ന രുദ്രൻ്റെ അടിവയർ നോക്കി ആഞ്ഞു തൊഴിച്ചുകൊണ്ടവൾ ഇന്ന് വരെയുള്ള എല്ലാ ദേഷ്യവും തീർത്തു. എൻ്റെ ഹരിയേട്ടൻ എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ കൊല്ലാനും വൈശാലി മടിക്കില്ല. അവന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞ് അവൾ തിരിഞ്ഞു നടന്നു. അവസാനം എല്ലാ സങ്കടരും ഒരു മഴ കണക്കിയ സിദ്ധുവിൻ്റെ നെഞ്ചിൽ കിടന്ന് കരഞ്ഞു തീർക്കുമ്പോൾ അവനും കരയുകയായിരുന്നു. 2 ആഴ്ചകൾക്ക് ശേഷം. അയ്യോ മോളെ വൈശു, എണീക്കച്ച! ശബ്ദമുയർത്തിക്കൊണ്ട് കൗസല്യ വിളിച്ചതും എല്ലാവരും അങ്ങോട്ടേക്ക് ഓടി വന്നു. ബോധം മറിഞ്ഞ് നിലത്ത് കിടക്കുന്ന വൈശുവിനെ കണ്ടതും അവളെയും കൊണ്ട് വേഗം ഹോസ്പിറ്റലിൽ ചെന്നു. ഷീസ് 1 month പ്രഗ്നന്റ്. ബോഡി വളരെ വീക്കാണ്. എപ്പോഴും ഹാപ്പിയായിട്ട് ഇരിക്കാൻ നോക്കണം. അതിനോ ഈ അവസ്ഥയിൽ ബട്ട് നന്നായി ശ്രദ്ധിക്കണം. ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഷീല പറഞ്ഞതും പതിയെ അവളുടെ കൈകൾ തൻ്റെ വയറിൽ ഒന്ന് തലോടി. ഏറ്റവും സന്തോഷിക്കേണ്ട ഈ ഒരവസ്ഥയിലും സങ്കടം മാത്രമാണ് കൂട്ടിന്. വീട്ടിലേക്ക് തിരിക്കും മുന്നേ അവൾ ഐസിയുവിലേക്ക് ഒന്ന് കയറി. അവിടെ അബോധാവസ്ഥയിൽ കിടക്കുന്ന ഹരിയെ കണ്ടതും ആ നെഞ്ചിലേക്ക് ചാഞ്ഞു അവൾ. ഏറെ നേരം ആ ഹൃദയമിടിപ്പ് കേട്ട ശേഷം പതിയെ അവൻ്റെ കൈകളെടുത്ത് സാരി നീക്കിയ ശേഷം അവളുടെ വയറിൽ വെച്ചു. ഹരിയേട്ട, നമുക്കൊരു കുഞ്ഞുവാവ വരാൻ പോവാ. ഇപ്പോഴെങ്കിലും കണ്ണ് തുറക്ക് ഹരിയേട്ട. നിക്ക് വയ്യ, കരഞ്ഞ് കരിഞ്ഞ് മരിക്കാറായി. ഇനിയും എന്നെ വേദനിപ്പിക്കല്ലേ. ഒന്ന് കണ്ണ് തുറക്ക് ഹരിയേട്ട, നമ്മുടെ കുഞ്ഞാവയ്ക്ക് വേണ്ടിയെങ്കിലും. എണ്ണിപ്പൊറുക്കി അവൾ പറഞ്ഞു തീർന്നതും അവൻ്റെ കൈകൾ അവളുടെ വയറിൽ ഒന്ന് തലോടി. കണ്ണിൽ നിന്നും കണ്ണീരും ഒഴുകുന്നുണ്ട്. സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഡോക്ടറെ ഉറക്കെ വിളിച്ചു. ഇറ്റ്സ് എ പോസിറ്റീവ് റെസ്പോണ്ട്. ഇതിനർത്ഥം പേഷ്യൻ്റ് മരുന്നുമായി പൊരുത്തപ്പെട്ട് തുടങ്ങിയെന്നാണ്. വൈകാതെ ഗുഡ് റിസൾട്ട് കിട്ടുന്നതാണ്. ഇങ്ങനെ തന്നെ പേഷ്യൻറ്റിന് സന്തോഷം നൽകുന്നത് അടുത്തു ചെന്ന് പറയണം. ചിലപ്പോൾ വേഗം റിക്കവർ ആവും ആൾ. പ്രതീക്ഷയോടെ ഡോക്ടർ പറഞ്ഞു പോയതും സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകി. പിന്നീട് അങ്ങോട്ട് ഹരിയുടെ അടുത്തു നിന്നും വൈശാലി മാറിയിരുന്നില്ല. ചെറിയ ചെറിയ കഥകൾ പറഞ്ഞു അവളും ഹരിയും വാവാച്ചിയും ഒപ്പമുള്ള അവൾ സ്വപ്നം കണ്ട ജീവിതവും പറഞ്ഞ് അവനോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. അതിൻ്റെ ഫലമായി കണ്ണുകൾ തുറക്കാനും ചിമ്മാനും തുടങ്ങിയിരുന്നു. ഹരിയേട്ടാ, നിങ്ങൾക്കറിയോ എന്നു മുതലാ നിങ്ങൾ ഈ നെഞ്ചിൽ കയറി കൂടിയതെന്ന്? അന്നൊരിക്കൽ പാലും കൊടുത്ത് വീട്ടിലേക്ക് തിരിക്കുമ്പോൾ രുദ്രനെ കയറി പിടിച്ചില്ലേ? അപ്പോൾ ആരാ ഏതോ ഒന്നും നോക്കാതെ അവൻ്റെ കരണം നോക്കി ഒന്ന് കൊടുത്തില്ലേ? ആ ഒരു അടിയിൽ തന്നെ ഞാൻ ചട്ടിയും കലവും എടുത്ത് ഓടിയിരുന്നു. അതും പറഞ്ഞുകൊണ്ടവൾ ആ പഴയ ഓർമ്മയിൽ പൊട്ടിച്ചിരിച്ചുപോയി. അവനെ നല്ലവണ്ണം പെരുമാറിയിട്ട് ഏട്ടൻ തന്നെ തിരിഞ്ഞു നോക്കുന്നതൊക്കെ ഞാൻ കണ്ടിരുന്നു. ഇനിയിപ്പോൾ ഒരു പ്രശ്നം വേണ്ട എന്ന് കരുതിയാ ഞാൻ വരാതിരുന്നേ. പ്രശ്നമായിരുന്നേ ഞാൻ കവലിൽ കിടക്കേണ്ടി വന്നേനെ. അന്ന് കയറിയതാ ഈ തെമ്മാടി പയ്യൻ ഞാൻ എൻ്റെ ഹൃദയത്തിൽ. പിന്നീട് അങ്ങോട്ട് ഓരോ തവണ നിന്നെ കാണുമ്പോഴും ഞാൻ അറിയുകയായിരുന്നു എൻ്റെ പ്രണയം, എൻ്റെ മാത്രം പ്രണയം, നീ പോലും അറിയാത്ത എൻ്റെ സ്വകാര്യ പ്രണയം. പറഞ്ഞു തീരുമുന്നതും അവൻ്റെ കൈകൾ അവളുടെ കൈകളെ ഒതിഞ്ഞു പിടിച്ചിരുന്നു. അത്ഭുതം കൊണ്ട് ചുണ്ടു വിതുമ്പി അവൾ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. ലോകം വെട്ടിപ്പിടിച്ച സന്തോഷമായിരുന്നു അവൾക്ക്. മെല്ലെ മെല്ലെ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചും മറ്റും അവനെ നടത്തിക്കാൻ ശ്രമിച്ചു. ഏകദേശം 1-2 മാസത്തെ ആയുർവേദ ചികിത്സയുടെ ഫലമായും വൈശുവിൻ്റെ കഠിന പരിശ്രമം കൊണ്ടും പൂർണ്ണ ആരോഗ്യവനായുമായിരുന്നു ഹരി. മാസം 7 തികഞ്ഞിരുന്നു വൈശുവിന്. വയറുന്തി കയ്യും കാലും നീരുകൊണ്ട് വീങ്ങി വന്നിരുന്നു. വല്ലാത്ത ക്ഷീണമായിരുന്നു വൈശുവിന്. അവളുടെ വയറിൽ മുഖമമർത്തി തൻ്റെ കുഞ്ഞിനോട് കൊഞ്ചി സംസാരിക്കുന്ന ഹരിയുടെ മുടിയിൽ തലോടിക്കൊണ്ടവൾ ബെഡിലേക്ക് ചാഞ്ഞു കിടന്നു. വാതിലിൽ കൊട്ടുവീണതും ഹരി മുഖമുയർത്തി അവളെ നോക്കി. പിന്നെ ആ നെറ്റിയിലൊന്ന് മുത്തിക്കൊണ്ട് അവൻ പോയി കതക് തുറന്നു. കൗസല്യമ്മയും ചെറിയമ്മയും മുത്തശ്ശിയും മുറിയിൽ കയറി വൈശുവിൻ്റെ അടുത്തേക്ക് ചെന്നു. അമ്മയെ കണ്ടതും അവരുടെ മടിയിലേക്ക് ചാഞ്ഞു കിടന്നു വൈശു. അവളുടെ മുടിയിൽ തടവിക്കൊണ്ട് കൗസല്യം ഇരുന്നു. കയ്യും കെട്ടിയ ഒരു സൈഡിൽ ഹരി ചിരിയോടെ അത് നോക്കി നിന്നു. 7-ാം മാസമല്ലേ, കുറച്ച് ചടങ്ങുകളെല്ലാം ഉണ്ട്. നാട്ടുനടപ്പ് അനുസരിച്ച് വൈശുവിനെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. മുത്തശ്ശി പറഞ്ഞതും വൈശുവിൻ്റെ മുഖത്ത് സങ്കടം നിറഞ്ഞു. അതൊന്നും പറ്റില്ല മുത്തശ്ശി, അവൾ ഇവിടെ നിന്നോട്ടെ, അങ്ങോട്ട് വിടാൻ പറ്റില്ല, ഹരി മുന്നോട്ട് വന്ന് പറഞ്ഞു. അങ്ങനെയല്ല ഹരി, ഇത് നിർബന്ധമാണ്. അവിടെ 2 ദിവസം നിന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് തന്നെ അവളെ കൊണ്ടുവരാലോ. ഹരി കുറേ എതിർത്തെങ്കിലും മുത്തശ്ശി ശാഠ്യം പിടിച്ച് പറഞ്ഞതും വേറെ നിവൃത്തിയില്ലായിരുന്നു അവന് മുന്നിൽ. അങ്ങനെ നല്ലൊരു നാൾ നോക്കി വൈശുവിൻ്റെ വീട്ടുകാരോട് പറഞ്ഞ് 7-ാം മാസത്തെ ചടങ്ങിന് നാളുറപ്പിച്ചു. വൈശുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഹരിയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവിയിരുന്നു. അകാരണമായ ഭയം അവനിൽ വന്നുകൂടി. രാത്രിയിൽ ഹരിയുടെ ഓർമ്മകൾ കണ്ണിനെ തലോടിക്കൊണ്ടിരുന്നു. ഉറക്ക് നഷ്ടപ്പെട്ടതും മാനത്തെ നിലാവിനെ നോക്കി കിടക്കുമായിരുന്നു വൈശു. ഹരിയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. രാത്രിയുടെ ഏതോ യാമത്തിൽ അവളുടെ കണ്ണുകൾ നിദ്രയെ പുൽകിയിരുന്നു. കാലിൽ എന്തോ നനവ് ഏർപ്പെട്ടപ്പോഴാണ് ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റത്. കൈയെത്തിച്ച് ലേറ്റിട്ടതും തൻ്റെ കാലിൽ പിടിച്ച് തല താഴ്ത്തിയിരിക്കുന്ന ചാരുവിനെ കണ്ടതും അവൾ വേഗം തന്നെ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു. വൈശു അവളുടെ കയ്യിൽ പിടിച്ചതും ഇറുക്കി കെട്ടിപ്പിടിച്ചവൾ.
എന്നോട് പൊറുക്കണേ ചേച്ചി, ഞാൻ ദ്രോഹിയ. ഞാനാ എല്ലാത്തിനും കാരണം. ബുദ്ധിമോശം കൊണ്ടാ. കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ അവൾ പദം പറഞ്ഞുകൊണ്ടിരുന്നു. ഒന്നും മനസ്സിലാവാതെ അവൾ ചാരുവിനെ നോക്കിയതും അന്ന് രുദ്രനുമൊത്ത് നടന്നതെല്ലാം അവൾ പറഞ്ഞു. ഞെട്ടലോടെയല്ലാതെ വൈശുവിന് അത് കേൾക്കാനായില്ല. എല്ലാം പറഞ്ഞു കഴിഞ്ഞ് തല താഴ്ത്തി നിൽക്കുന്ന ചാരുവിനെ തോളിൽ പിടിച്ച് മുഖം പൊന്നിച്ച് കവിളിൽ ഒരു ചക്കര വിമ കൊടുത്തു അവൾ. അതെല്ലാം പഴയതല്ലേ കുട്ടി. ഇപ്പോൾ എൻ്റെ മോള് തെറ്റ് മനസ്സിലാക്കി മാപ്പ് ചോദിച്ചില്ലേ? എനിക്കൊരു ദേഷ്യമില്ല എൻ്റെ ചാരുവിനോട്. ചിരിയോടെ പറയുന്ന വൈശുവിനെ വലിയ മനസ്സ് കണ്ട് പൊട്ടിക്കരഞ്ഞു പോയി ചാരു. കുഞ്ഞാവയെ കൊഞ്ചിച്ചും കളി പറഞ്ഞും രണ്ടുപേരും ഒപ്പം ഒരു കട്ടിലിൽ തന്നെയാണ് അന്ന് കിടന്നത്. രാവിലെ നേരം വെളുത്തതും ഹരി അവളെ കൊണ്ടുപോകാൻ വന്നിരുന്നു. ചാരുവിന് നല്ല സങ്കടമുണ്ടെങ്കിലും അവളെ കളിയാക്കിക്കൊണ്ടവൾ തറവാട്ടിലേക്ക് യാത്രയാക്കി. പോകുന്നതിന് മുന്നേ ഹരിയോടും ചാരു മാപ്പ് വഹിച്ചിരുന്നു. വലിയ കൊതിയൊന്നും ഇല്ലെങ്കിലും ചെറിയ ചെറിയ ആഗ്രഹം മാത്രമേ വൈശുവിനുണ്ടായിരുന്നുള്ളൂ. എപ്പോഴും ഹരിയുടെ ചൂട് പറ്റിയിരിക്കാനാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം. ഇതിൻ്റെ ഇടയിൽ ശ്രീയുടെയും സിദ്ധുവിൻ്റെയും വിവാഹം ഉറപ്പിച്ചു. ഇനി 3 ദിവസമേ ഉള്ളൂ. ഹരി അതിനുള്ള ഓട്ടപ്പാച്ചിലാണെങ്കിലും വൈശുവിനു വേണ്ടി പ്രത്യേക സമയം കണ്ടെത്തിയിരുന്നു. ഒരു പണി പോലും ചെയ്യാതെ തറവാട്ടുകാരും അവളെ നോക്കി. കല്യാണ ദിവസം കണ്ണനെ സാക്ഷിയാക്കി അധികം ആളുകളൊന്നുമില്ലാതെ മഞ്ഞച്ചിരടി ചേർത്തി സിദ്ധു ശ്രീയെ സ്വന്തമാക്കി. വൈകിട്ട് റിസപ്ഷൻ ഗ്രാൻഡായിട്ടും ശ്രീ ഹരിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ എല്ലാവരെക്കാളും വൈശുവിനെ പിരിയുന്നതിലായിരുന്നു അവൾക്കേറെ സങ്കടം. ചേച്ചിയുടെയും അനിയത്തിയുടെയും സങ്കടം കണ്ട് കൂടെ നിന്നവരൊക്കെ കരഞ്ഞുപോയി. വൈകിട്ടുള്ള റിസപ്ഷന് വേണ്ടിയുള്ള ഒരുക്കത്തിലായിരുന്നു ഹരി. അടുത്ത് തന്നെ ഒരു കസേരയിലിരുന്ന് അവനെയും നോക്കിക്കൊണ്ട് വൈശുവുണ്ട്. ഇടുപ്പിൽ നിന്നും ചെറിയൊരു വേദന വന്ന് പെട്ടെന്നായിരുന്നു അത് അടിവറയിലേക്ക് വ്യാപിച്ചത്. വേദന കൊണ്ടവൾ വയറിൽ കൈവച്ച് ആർത്ത് കരഞ്ഞു. ചെയ്യുന്ന പണി അവിടെ ഇട്ട് ഹരി അവളെയും എടുത്ത് ഹോസ്പിറ്റലിലേക്ക് ഓടി. ലേബർ റൂമിന് മുന്നിൽ ടെൻഷനോടെ നിൽക്കുമ്പോൾ അവനൊരച്ഛനും ഭർത്താവുമായിരുന്നു. വൈശുവിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള ആർക്കൽ കേൾക്കുമ്പോൾ അവൻ ആദ്യയുടെ കതകിനരികിൽ ചെന്ന് നിൽക്കും. അങ്ങനെ ഏറെ സമയത്തെ അവളുടെ വേദനയുടെ ഫലമായി ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ ആ ഹോസ്പിറ്റൽ ആകമാനം തട്ടി ചുമരുകളിൽ പ്രതിധ്വനിച്ചു കേട്ടു. നഴ്സ് കുഞ്ഞിനെ ഹരിയുടെ കൈ കൊടുക്കുമ്പോൾ ഒരു തുള്ളി കണ്ണുനീർ ആ കുഞ്ഞിപ്പെണ്ണിൻ്റെ നെറ്റിയിൽ തട്ടി ചിതറി. തൂവെള്ള കൈയിൽ ഒന്ന് തൊട്ടതും അവനായി മാത്രം അവൾ ചിരിച്ചു. വൈശാലിയെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്, വേണമെങ്കിൽ ചെന്ന് കാണാം. പറയാൻ കാത്തു നിന്ന പോലെ എല്ലാവരും പിടിച്ചു കയറി ഒരു പോക്കായിരുന്നു. പിന്നെ കുഞ്ഞിനെക്കുറിച്ചുള്ള വിശേഷങ്ങളായി കഥ പറച്ചിലായി. എല്ലാം കേട്ട് ഹരിയും വൈശുവും പരസ്പരം നോക്കി ചിരിച്ചതേയുള്ളൂ. ഉറങ്ങിക്കിടന്ന കുഞ്ഞുവാവ കരഞ്ഞപ്പോൾ ആണ് മുത്തശ്ശി എല്ലാവരെയും ഓടിച്ചുവിട്ട് കുഞ്ഞിനെ വൈശാലിയെ ഏൽപ്പിച്ച് ഹരിയെ നോക്കി ഒന്ന് തലയാട്ടിക്കൊണ്ട് അവരും പുറത്തേക്കിറങ്ങി. എല്ലാവരും പോയത് വാതിലടച്ച് ഹരി അവളുടെ അടുത്തേക്ക് ചെന്നു. ഒരു കൈ കൊണ്ട് രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് മറുകൈ അവളുടെ കവിളിൽ പിടിച്ചുകൊണ്ട് മാഞ്ഞു തുടങ്ങിയ സിന്ദൂര തെറ്റിയിൽ അവൻ്റെ ചുണ്ടുകൾ അമർത്തി. ചിരിയോടെ അവളും കണ്ണുകൾ അടച്ചു. ശേഷം പരസ്പരം വേർപ്പെട്ടുകൊണ്ട് രണ്ടുപേരും കുഞ്ഞിപ്പെണ്ണിൻ്റെ ഇരു ചെവിയിലുമായി പതുക്കെ പറഞ്ഞു, മീര കൃഷ്ണ. ഈ സ്റ്റോറി ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഇതൊരു ചെറിയ സ്റ്റോറി ആയിരുന്നു. നാളെ നല്ല അടിപൊളിയായിട്ടുള്ള വലിയൊരു സ്റ്റോറിയായിട്ട് വീണ്ടും വരാം കേട്ടോ.